ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മുടെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകിം. സഹനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മുടെ പാരായണം 13ാം ദിവസം. ആരണ്യകാണ്ഡത്തിലെ ശൂർപ്പണഖ വിലാപം മുതൽ ജടായുഗതി വരെയാണ് നമ്മൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. ശ്രീമതി ആനന്ദവല്ലി, ശ്രീമതി തങ്കമണി അമ്മ രണ്ടുപേരാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ചൊല്ലിക്കോട്ടെ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു. പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവന് മുര ചെയ്താൽ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളു മുര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠനന്ത് അറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷസും വിചാരവുമില്ലേതും നിത്യം. നാരീ സേവയും ചെയ്ത് ഇടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും.
പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം ഒടുക്കിക്കാൻ എന്തോരു കഷ്ടമോർത്താൽ എന്നത് കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്ക് നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാൾ അത് കേട്ട് രാവണനോട്, യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ ആനന്ദം പൂണ്ട് താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടമ്പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ട് ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൾ. ദേവഗന്ധർവ നാഗമാനുഷനാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ. അങ്ങനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം. വികൽപ്പമില്ല അല്പവും ഇതിനിപ്പോൾ. തൊൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്ന് കൽപ്പിച്ചുകൊണ്ടിങ് പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽകുജനാസ കർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. വൃത്താന്തം ഖരനോട് ചെന്ന് ഞാൻ അറിയിച്ചേൻ യഥാർത്ഥം. നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്ന് രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ട് അവൻ ഒടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കണ്ടൽ നേർമിടിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തൊൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗെ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം ബുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻ ഹരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്ന് ഭൂതലെ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത് രാക്ഷസ പ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ. ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ.
രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു. ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി. പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ച് സമാധി പൂണ്ടാമോദത്തോടും മരുവീടിന മാരീചനും ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു. പൂണ്ടുകൊണ്ട് തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദേശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തോരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമില്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കന്മഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയിൽ എനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്ക് നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരുത് കാലം. കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിരുവർ ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചത് കേട്ടുടൻ ഖരാദികൾ ചെന്നിത് 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിത് 3.25 നാഴിക കൊണ്ട് രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ് പോന്നിടുവതിന് നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കേണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ, വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. പങ്ക്തികന്ധരവാക്യം കേട്ട് മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണം ഉര ചെയ്താൻ. ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം, നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകെ രാജരത്ന രമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം. രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാരികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭു. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നത് കേട്ടു ചിന്തിച്ചു വിധാതാവും അർത്ഥിച്ചു, ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷവേഷം കൊണ്ട് പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്ന് സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാവസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്ന് ധരിച്ച് സേവിച്ചു കൊള്ളുക ഭക്ത്യാ. പോയാലും പുരമ്പുക്ക് സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാനരവിന്ദോദ്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചത് സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമെല്ലാം നാക്കുവാനാളാരടോ. നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും
ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്ന് മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ, പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങ് പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിലെന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്നു തന്നെ എന്നത് കേട്ടു വിചാരിച്ചതു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്ന് ചിന്തിച്ച ആമോദം പൂണ്ട് പുറപ്പെട്ടാലുമെന്ന് ചൊന്നാൻ. രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തി ഗന്ധരൻ തേരിലാമാർ കരേറിനാൻ. ചെന്താർ ബാണനും തേരിലേറിനാൻ. അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെ ഉള്ളിൽ ചിന്തിച്ചു. ദശാസ്യനു മന്ധനായി ചമഞ്ഞിതു മാരീജൻ മനോഹരമായൊരു പൊന്മാനായി. ചാരു പുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ട് ചേർത്തു മുക്തഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിൽ ഉൾപ്പൂക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്ന് കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജയസ്ഥിതമറിഞ്ഞ രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കേൾനി. രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ. നീയൊരു കാര്യം വേണം, അതിനും അടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാശങ്കരോരാണ്ടിരുന്നിടണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ട് ജാനകീ ദേവിതാനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിരു മഹാവിഷ്ണുമായയും. അപ്പോൾ മാരീച നിഗ്രഹം. മായാനിർമ്മിതമായ കനകമൃഗം കണ്ട് മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൽ, ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. മെരുക്കമുണ്ട് എത്രയുമെന്നു തോന്നും. കളിപ്പാനതി സുഖമുണ്ടിത് നമുക്കിങ് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ് പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ട് രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. യാതുധാനന്മാരുണ്ട് കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നത് മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോട് ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടു ദിനേറ്റം എന്നുറച്ചാശ വിട്ട് രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാനയ്യോ പാവം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം ബാക്കി മാം ദയാനിധേ. ആതുരനാദം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും
സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ, അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടില്ലേ? ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ട് ജാനകിയോട് ചൊന്നാൻ, ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീജൻ തന്നെ പൊന്മായി വന്നതവൻ, നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇത് കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്കികന്ധരൻ തനിക്കതിനുള്ളുപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെയെന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ, വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അത് കേട്ട് കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം, ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തിയിലയല്ലോ നാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുമേയില്ല, താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചീല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമവാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ട് സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്ക് നാശമടുത്തിരിക്കുന്നു, ഭാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി, ദിക്തിഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം. വനദേവതമാരെ പരിപാലിച്ചു കൊള്ളിൻ, മനുവംശാദീശ്വര ഭക്തിയെ വഴിപോലെ. ദേവിയെ ദേവകളെ ഭരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദേശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു. സീതാപഹരണം അടുത്ത ആളാണ് വായിക്കേണ്ടത്. സോറി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം, രാവണാന്തക മനോഹര മുകുന്ദ രാമ പാഹിമാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്തനായ അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രാക്ഷസനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി. നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത പിന്നെയും ചൊന്നാൾ. തത്രൈവ ഫലമൂലാദികളും ഭജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നീടുക തപോനിധേ.
ഭർത്താവ് വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും, ക്ഷുത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീയാരാമലോ ചൊല്ലി ആരാമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും. ജാതികളും രാക്ഷസരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണിതാനേ വാഴുന്നതെന്താരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയായത് കേട്ടൊരു ചെയ്തിടിനാൾ. മേദിനി പതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനദ്ഭുതവീര്യൻ. തന്നുടെ ധർമ്മപത്നി ഞാൻ ജനകാത്മജ ഞാനോ ധന്യനാമനുജന്നു ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളവും വേണം താനും അതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായെഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരണം മായാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകസുന്ദരീ നാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം, താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നതാകിൽ. ശ്രീരാമദേവൻ തന്നാൽ സോദരനോടുകൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴ്വാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർത്തിതനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം. ശൈലാകാരം കാണായ നേരമുള്ളിലഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവപത്നിയെയും ധേരതിലെടുത്തു വച്ചാകാശമാർഗേ ശീഘ്രം പോയതു ദശാസ്യനും. രാഘവാ രാമാ സൗമിത്രേ കാരുണ്യാബ്ധേ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ജടായു സംഗമം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിയിടിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായ ഗ്രേചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിൽ ക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതു നേരം.
കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽ ക്ഷണം കൊണ്ടു ഒന്നു വീട്ടിയിടിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയെന്നാർത്തി പുണ്ടുഴന്നോരു രാത്രി ചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കിൽ കുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്ത് ഇറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്നാശുമേൽപോട്ടു പോയാൾ. അയ്യോ രാഘവാ ജഗന്നായകാദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാജയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമി ദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണപാധിപൻ എന്നെ കൊണ്ടു കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാസത്വവാരിധേ നാഥ. ഇത്തരം വിലപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനാനതു നേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കും നേരം അദ്രീനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ചയമടിച്ചു തന്നുത്തരീയാത്ത ഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന ഗദാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി മത്തനാം നക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയുമുത്തേര്യതൻ പത്തനം ഗത്വാദൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാദരുമൂലെ ഹൃദ്യമാരായ നിജരാക്ഷസ നാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പൊക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തത്തോടും രാമ രാമേതി ജപധ്യാനനിഷ്ഠയ ബഹുയാമിനി ചരകുലനാരികളുടെ മധ്യേ. നീഹാരശീതാദപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കമുൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തു. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ
രാഘവൻ തിരുവടി. നാലഞ്ചു ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥമിക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേവരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീതാലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണനറിഞ്ഞാൽ ഈ കാര്യം വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പൊയ്ച്ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തത്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും. മായാമാനുഷനാകുമെന്നുട ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യനം പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കഥാരിൽ നിർണയിച്ചവരജനോടൊരു അരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടു പോന്നു. ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്കെന്തെന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ആഹാ ലക്ഷ്മണ പരിത്രാഹി മാം സൗമിത്രേ ശീഘ്രം. ആഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നർത്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നോടുര അരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതമിതു നൂനം. കാൽക്ഷണം പൊറുക്കുന്നു ഞാൻ പലവുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോടു പരതരമിന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോട് ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിട കൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിഞ്ഞതില്ലേ. രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകീ ദേവി ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ
ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്കയാൽ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ സീതായ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി. നമുക്ക് ഇന്നത്തെ 13ാമത്തെ ദിവസത്തെ ഈ പാരായണം നമുക്ക് ഭഗവാൻ സമർപ്പിക്കാം. ഇവിടെ ശൂർപ്പണഖ വിലാപമാണ് തുടക്കത്തിൽ വായിച്ചത്, ആദ്യത്തെ ഭാഗത്ത്. ആ ശൂർപ്പണഖ വിലാപം തന്നെയാണ് പിന്നീടുള്ള സംഗതികൾക്ക് സ്പീഡ് കൂട്ടിയത്. കാരണം ഒരു കാരണം വേണമല്ലോ. കാരണം രാവണൻ ഇവിടെ എത്തണം, സീതയെ കൊണ്ടുപോകണം, അങ്ങനെ ആ സംഭവങ്ങളെല്ലാം അതുപോലെ നടക്കണം. അതിനുള്ള ഒരു കാരണം ആയി ഇത്. അങ്ങനെ പിന്നീട് രാവണൻ ആലോചിച്ച് മാരീചന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ മാരീചന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് രാവണൻ സ്വന്തം ആലോചിക്കുന്നുണ്ട്, എന്നെ കൊല്ലുവാനായിട്ടാണ് രാമൻ മനുഷ്യനായിട്ട് പിറന്നിരിക്കുന്നത്. അപ്പൊ രാമന്റെ കൈകൊണ്ട് മരിച്ചാൽ വൈകുണ്ഠരാജ്യം കിട്ടുമല്ലോ എന്നൊക്കെ സ്വന്തം വിചാരിക്കുന്നുണ്ട്. അപ്പൊ രാവണന് വിവരം വിചാരിക്കൊന്നുമില്ല, എല്ലാം അറിയാം രാവണന്. അപ്പൊ ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് രാവണൻ മാരീചന്റെ അടുത്ത് ചെല്ലുമ്പോ മാരീചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യണ്ട, ശ്രീരാമൻ എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ മാരീചനോട് എന്താണ് ആവശ്യപ്പെടുന്നത്? നീ ഒരു പൊന്മാനായിട്ട്, സ്വർണവർണ്ണം പൂണ്ട മാനായിട്ട് അവിടെ പഞ്ചവടിയിൽ ചെല്ലണം. അവിടെ ചെന്ന് സീത ആ മാനിനോട് ആകർഷണം തോന്നുമ്പോൾ അതിനെ പിടിക്കാനായിട്ട് രാമനോട് പറയും. അങ്ങനെ അവര് രാമനും ലക്ഷ്മണനും മാറിപ്പോകുമ്പോ ഞാൻ സീതയെ കൊണ്ടുപോരാം എന്നാണ്. അപ്പം മാരീചൻ വളരെയധികം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ ദേഷ്യല്ലേ വരിക, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ. അപ്പൊ കൊല്ലും, മാരീചനെ കൊല്ലും എന്നാണ് മാരീചന് തോന്നുന്നത്. അപ്പൊ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ശ്രീരാമന്റെ സായകമേറ്റ്, ശ്രീരാമന്റെ അമ്പ് ഏറ്റ് മരിക്കുന്നതാണ്. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാം. അപ്പൊ അന്ന് അക്രൂരന്റെ അവസ്ഥയാണ്. നാരായണീയത്തിൽ നമ്മൾ പഠിച്ച അക്രൂരൻ ഉണ്ണികളെ കൊണ്ടുവരാൻ പോയില്ലേ? അപ്പോ അക്രൂരൻ അറിയാം ഉണ്ണികളെ കൊല്ലാനാണ് കൊണ്ടുവരുന്നതെന്ന്. പക്ഷെ
അത് അനുസരിച്ചില്ലെങ്കിൽ അവിടെ അപ്പൊ തന്നെ കൊല്ലും. പിന്നെ ഭഗവാൻ അവിടെ ചെന്നിട്ട് അമ്പാടിയിൽ ചെന്ന് എങ്ങനെ ഉണ്ടാവാന്ന് അറിയില്ല. അവിടെയും എന്താണ് അവിടെ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അവിടെ മരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കൈ കൊണ്ടാണല്ലോ. അങ്ങനെയാണ് അക്രൂരരും വിചാരിച്ചത്. പിന്നെ ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് മരിക്കാലോ. അത് തന്നെയാണ് ഇവിടെ മാരീചനും വിചാരിച്ചത്. മാരീചൻ വന്നു. അങ്ങനെ അപ്പൊ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്, പങ്ക്തിഗന്ധരൻ തേരിലമ്മാറു കരേറിനാൻ, ചെന്താർ ബാണനും തേരിൽ ഏറിനാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ രാവണൻ തേരിൽ കയറി. ചെന്താർ ബാണൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. അപ്പൊ കാമദേവനും കയറി തേരില് എന്ന് പറഞ്ഞാൽ കാമം കൊണ്ട് അന്ധനായിട്ടാണ് രാവണൻ ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിയൊന്നും ശരിക്കും പ്രവർത്തിക്കില്ല. പിന്നെ ആ തേരില് തന്നെയാണ് മാരീചനെയും കൊണ്ടുപോകുന്നത്. എന്നിട്ട് മാരീചനെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ടാവും. പിന്നീട് എങ്ങനെയാണ് ചാരുപുള്ളികൾ വെള്ളി കൊണ്ട്, നേത്രങ്ങൾ രണ്ടും നീലക്കല്ല് കൊണ്ടെന്നൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു മാനില്ലല്ലോ. അപ്പൊ ഇത് മായയാണ് എല്ലാം. ഇതൊരു മായാപ്രയോഗമാണ്. അപ്പൊ ഇത് ശ്രീരാമൻ ഇതൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. അത് സീതയോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്. രഘുനാഥൻ ദേവിയോട് അരുൾ ചെയ്തു ഏകാന്തേ എന്ന് പറയുന്നുണ്ട്. ഏകാന്തത്തിൽ പറഞ്ഞു എന്നാണ്. അത് ലക്ഷ്മണന് പോലും അറിയില്ല ഈ കാര്യം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോ സീതയോട് മാത്രം പറഞ്ഞു. എന്നിട്ടാണ് സീതയെ അവിടെ, മായാസീതയെയാണ് അവിടെ പർണശാലയിൽ നിർത്തിയത്. അഗ്നിമണ്ഡലത്തില് ഇരിക്കാനാ പറഞ്ഞത്. 1 വർഷം. ഇപ്പൊ രാവണവധം കഴിയുന്നവരെ അവിടെ ഇരിക്കണം. അപ്പൊ സീതാദേവി എന്നുള്ളത് വിഷ്ണുമായ തന്നെയാണ്. പിന്നീടാണ് പിന്നെ മാരീച നിഗ്രഹം. ആ കഥയൊക്കെ നമുക്ക് നല്ലപോലെ അറിയുന്ന സംഗതികളാണ്. പിന്നെ ആ സമയത്ത് ലക്ഷ്മണനെ ധാരാളം ചീത്ത പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചില സമയത്തൊക്കെ നമ്മളെ ബുദ്ധി പ്രവർത്തിക്കില്ല. ദേഷ്യം വരുമ്പോ ആ ക്രോധമാണ് അവിടെ ഉണ്ടായത് സീതയ്ക്ക്. എന്തൊക്കെയാ പറഞ്ഞത്? സ്വന്തം ഭർത്താവിന്റെ സഹോദരൻ എന്നുള്ളേക്കാൾ കൂടുതൽ അമ്മയായിട്ടാണ് ലക്ഷ്മണൻ കാണുന്നത്. എന്നിട്ട് പോലും വേണ്ടാത്ത വാക്കുകളാണ് ധാരാളം പ്രയോഗിച്ചത്. അത് കഴിഞ്ഞ് സീതയെ കൊണ്ടുപോവാണ്. സീത അപഹരണം അവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ വളരെ എളുപ്പത്തില് കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ സീത പറയുന്നുണ്ട്, എന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൊണ്ടുപോയി. അപ്പൊ അവിടെ വഴിക്ക് വെച്ച് ജടായുവിനെ കാണുന്നുണ്ട്. അപ്പൊ ഇത് ജടായു സഹായിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു പർവ്വതം പോലെയാണ്, പർവ്വത ശരീരിയായിട്ടുള്ള ഒരു പക്ഷി. അത് വന്ന് കൂടുതൽ അതിന്റെ കൊക്ക് കൊണ്ടൊക്കെ കൊത്തുക, ഒരു പക്ഷിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചന്ദ്രഹാസമാണ് രാവണന്റെ കയ്യിലുള്ളത്. അപ്പോ അതിന്റെ എന്താ പറയാ, പക്ഷങ്ങൾ ഛേദിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നീട് കൊണ്ടുപോവാണ് തേരിലേറ്റിട്ട്. അപ്പൊ അവിടെ സീത ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയാ, ഒരു അപകടം ഉണ്ടാവുമ്പോ നമ്മള് എങ്ങനെയാണ് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് സീതയ്ക്ക്. സീത ആഭരണങ്ങളൊക്കെ എടുത്ത് ഒരു എന്താ പറഞ്ഞത്, ഉത്തരീയാർദ്ധം കൊണ്ട് ബന്ധിച്ച് താഴോട്ടിട്ടു. അവിടെ വാനരന്മാരെ കണ്ടു, പഞ്ചവാനരന്മാരെ കണ്ടു, അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ അതൊരു ഇതാണ്, ഒരു ക്ലൂ കൊടുക്കുകയാണ്, ഇവിടെ ഞാൻ ഉണ്ട് അല്ലെങ്കിൽ ഇതിലെയാണ് ഞാൻ പോയത് എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു അയ്യോ എന്നെ കൊണ്ട് ഒന്നിനും ആവില്ല എന്ന് പറഞ്ഞിട്ടിരിക്കില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ ഉപയോഗിക്കണം. പിന്നീട് സീത അന്വേഷണം തീരുമാനിക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, രക്ഷോനായകൻ കൊണ്ടുപോയത് മായാസീത, ലക്ഷ്മി ദേവി ഉണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ലക്ഷ്മണനെയും കാണിക്കണം. അതിനുവേണ്ടിയാണ് പ്രാകൃതനെ പോലെ കരയ, സങ്കടപ്പെടുക, വനദേവതമാരെ നിങ്ങൾ കണ്ടോ എന്റെ ദേവിയെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ രാവണൻ സീതയെ കൊണ്ടുപോയത് ശ്രീരാമസ്വാമിയുടെ അവതാര കാര്യം നടത്താനുള്ള ഒരു തുടക്കമായി ശരിക്കും. ഇനിയിപ്പോ അവിടെ ചെല്ലാം, ഒരു കാരണം വേണ്ടേ. ഇപ്പൊ നമ്മള് നാരായണീയത്തില്
ആ മധുരാപുരി പ്രവേശത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ പറയും, അവതാര കാര്യഘടനാത് ആനന്ദൻ. ഒരു സന്ദർഭം കിട്ടി, ആ കംസന്റെ വില്ല് മുറിച്ചപ്പോ അതൊരു കാരണമായില്ലേ, ഇനി കംസനെ കൊല്ലാനുള്ള കാരണമായി. അതുപോലെയാണ് ഇവിടെ. അങ്ങനെ അവിടെ കൊണ്ടുപോയി അത്രയും ഭാഗമാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സീതാപഹരണം എന്നുള്ളത്. വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് രാമായണത്തില്. അപ്പൊ ഇവിടെ ശ്രീരാമൻ വളരെയധികം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലക്ഷ്മണനോട്. നിന്നോട് പറഞ്ഞതല്ലേ അവളെ ശ്രദ്ധിച്ച് അവിടെ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ യോഷമാരുടെ വാക്ക് സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്രത്തോളം ശരിയാണോ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ വാക്കുകൾ കേൾക്കണം, പക്ഷെ നല്ലത് എടുക്കാം അല്ലേ. അങ്ങനെ രാമായണത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നാളെ നമുക്ക് ജടായുഗതി അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.